ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ പ്രഗ്നൻസി ജേർണിയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം. അതിന് മുന്നേ ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് നസ്മ ലത്തീഫ്. ഞാൻ കറൻ്റ്ലി വർക്കിംഗ് അല്ല. എനിക്കൊരു ബേബിയുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ബേബിയൊക്കെ നോക്കി വീട്ടിലിരിക്കുകയാണ്. ബേബിക്ക് 1 വയസ്സ് കഴിഞ്ഞു. ബേബിയുടെ പേര് എൽവിറ മെലക് എന്നാണ്. നമ്മൾ വീട്ടിൽ അവളെ ഇവ എന്ന് വിളിക്കും. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ഒരു കുട്ടി ഇൻട്രോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ കുഞ്ഞ് ആക്ച്വലി ഭയങ്കര അൺപ്ലാൻഡ് ബേബിയാണ്. നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്താണ് അവൾ നമ്മളുടെ ലൈഫിലോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പ്രഗ്നൻസിയുടെ സിംറ്റംസൊക്കെ വന്നപ്പോഴും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത് പ്രഗ്നൻസിയുടേതായിരിക്കും എന്നൊരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ആദ്യം സിംറ്റമായിട്ട് വന്നതെന്ന് വെച്ചാൽ ക്ഷീണം, ഭയങ്കര ടയേർഡായിട്ട് എനിക്കത് ഫീൽ ചെയ്യുവാണ്. അതാണ് ആദ്യം തോന്നിയത്. പിന്നെ തോന്നിയത് ചെറിയൊരു ചെസ്റ്റ് പെയിൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഗ്യാസ് ഫോം ചെയ്യുന്ന പോലെ ചെറിയ രീതിയിൽ വോമിറ്റ് ചെയ്യാൻ വരുന്ന പോലെ, അങ്ങനെ അതായിരുന്നു എനിക്ക് സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം ഓഫീസിൽ പോയപ്പോൾ എനിക്ക് ചെന്ന് കഴിഞ്ഞ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഭയങ്കര ടയർഡായിട്ട് ഫീൽ ചെയ്യുവാണ്. ഒട്ടും വയ്യാത്ത പോലെ ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ നമ്മുടെ മാനേജറിനോടൊക്കെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു, എനിക്ക് എന്താണ് ഇങ്ങനെ ഇത്രയും ടയർഡായിട്ട് ഫീൽ ചെയ്യുന്നത്, എന്താ എന്നൊക്കെയുള്ളത് ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴും എനിക്ക് പ്രഗ്നൻസിയുടേതാണെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. എനിക്ക് എന്നാൽ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നൊന്നും വിചാരിക്കുന്നില്ല. എന്നിട്ട് ഞാനിങ്ങനെ കാരണം നമ്മൾ അൺപ്ലാൻഡ് ആണല്ലോ, അങ്ങനെ ഞാനിങ്ങനെ റെസ്റ്റ് എടുത്തു. പിന്നെ ചുമ്മാ ഞാൻ വിചാരിച്ചു ഓക്കെ, ചുമ്മാ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം പീരിയഡ്സ് ഒന്നും വന്നിട്ടില്ല, അപ്പം എന്തായാലും ആയിരിക്കത്തില്ല. പിന്നെ ചുമ്മാ ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ്. അയ്യോ, ഞാനപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് ആയിപ്പോയി. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സമയത്തിൽ എനിക്ക് കരച്ചിലാണ്. ഞാൻ കരയുക, എൻ്റെ കണ്ണ് നിറഞ്ഞ് ഇങ്ങനെ ഒഴുകുക. അങ്ങനെ അപ്പം പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്ക് ചെയ്തപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് കൺഫേം ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുതിയ ലൈഫിൽ പുതിയൊരു കാര്യമാണ്, പുതിയൊരു ജേണിയാണ്. അപ്പോൾ അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് ഒരു ഐഡിയ ഒന്നുമില്ല. പിന്നെ ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ ഓരോരുത്തർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതൊക്കെ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. കാരണം ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ എനിക്ക് ആദ്യം വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ആ പറഞ്ഞ ആ ഒരു ഭയങ്കര ടയർഡായിട്ട് ഫീൽ ചെയ്യുന്നതും അതൊക്കെ അങ്ങ് മാറി, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു 1.5 മാസമൊക്കെ ആയപ്പോഴത്തേക്കിനും ഛർദിൽ എന്ന് പറഞ്ഞാൽ എന്ത് ഫുഡ് കഴിച്ചാലും അങ്ങ് ഛർദിക്കുക. അപ്പം അത് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ 1-2 നേരമൊക്കെ, പിന്നെയെന്ന് പറഞ്ഞാൽ എന്ത് ഫുഡ് കഴിച്ചാലും ഛർദിക്കുന്നൊരു രീതിയിലോട്ട് ആയി. ഈവൻ വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ല, വെള്ളം കുടിച്ചാലും ഛർദിക്കണം. അപ്പം അങ്ങനെ ഒരവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടൊക്കെ എന്തെങ്കിലും നമുക്ക് കഴിക്കണമല്ലോ, അപ്പോൾ അതിനു വേണ്ടി ഇച്ചിരി എന്തെങ്കിലും കഴിക്കും. പക്ഷെ കഴിക്കും, പിന്നെ ഛർദിച്ച് പോകും. അതായിരുന്നു അവസ്ഥ. പിന്നെ നമ്മൾ താമസിച്ച ഫ്ലാറ്റിന് താഴെ ഒരു കടയുണ്ടായിരുന്നു. അവിടെ ഒരു ജിഞ്ചറിൻ്റെ ഒരു ഷോട്ട്സ് കിട്ടും. അതായത് ജിഞ്ചർ ജ്യൂസ്, ലെമൺ ജ്യൂസ്, അതുപോലെ തന്നെ ഹണി, ഇത്രയും കൂടെ ആഡ് ചെയ്ത ഒരു ഷോട്ട്സ് കിട്ടും. അപ്പം ഇതാണ് എനിക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ മിക്ക സമയത്തും ഇത് കുടിക്കും. കാരണം ഇത് കുടിക്കുമ്പോഴാണ് എനിക്കൊന്ന് കുറച്ചൊന്ന് ഓക്കെ ആയിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഛർദ്ദിക്കുമല്ലോ ഞാൻ. അപ്പം ഞാൻ ഇതൊന്ന് കുടിക്കുമ്പോൾ കുറച്ചൊന്ന് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ. പിന്നെ ആ സമയത്ത് എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ടെൻഷൻ എന്ന് വെച്ചാൽ എനിക്കന്ന് 48 kgs ആണ്. അപ്പം എനിക്ക് വെയിറ്റ് ഭയങ്കര കുറവാണ് എന്നുള്ളത് എനിക്കിങ്ങനെ ഒരു ടെൻഷനായിരുന്നു. എനിക്ക് ഫുഡും കഴിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളത്. അപ്പം നമ്മുടെ ഡോക്ടർ ഒരു നല്ല ഡോക്ടറാണ്. അതായത് എപ്പോൾ എന്ത് കാര്യം ഷെയർ ചെയ്താലും അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓക്കെ ആക്കി വെക്കാൻ ശ്രമിക്കുന്നൊരു ഡോക്ടറായിരുന്നു എനിക്ക് ആ സമയത്ത് കിട്ടിയത്.
അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ പറയും, കുഴപ്പമൊന്നുമില്ല, ഒന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, പ്രശ്നമില്ല, ഫുഡൊന്നും ഇപ്പോൾ കഴിക്കാതെ സ്റ്റാർട്ടിങ് അങ്ങനെയൊക്കെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ എപ്പോഴും ഓക്കെ ആക്കി ഇരുത്തുമായിരുന്നു. അപ്പം അതാണ്. പിന്നെ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് ഇത് തന്നെ, കഴിക്കുന്നു, ഛർദ്ദിക്കുന്നു, റിപ്പീറ്റ് അതായിരുന്നു സംഭവം. പിന്നെ സെക്കൻഡ് ട്രൈമസ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. അപ്പം പൊതുവേ പറയുന്നത് സെക്കൻഡ് ട്രൈമസ്റ്റർ ആവുന്ന ടൈമിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കുറഞ്ഞ്, പിന്നെ ഛർദ്ദലും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് നമ്മൾ കുറച്ച് ഓക്കെ ആയി വരുന്ന ഒരു ടൈമാണല്ലോ ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് അപ്പോഴും ഞാൻ ഓക്കെ ആയിട്ടില്ല. എനിക്ക് ഒരു 5.5 മാസം വരെ ഈ പറയുന്ന ഛർദ്ദൽ ഉണ്ടായിരുന്നു. പിന്നെ 5.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഓക്കെ, കുഴപ്പമില്ല, എനിക്ക് കുറച്ചൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റി തുടങ്ങി. അങ്ങനെ അപ്പം ഇതായിരുന്നു ഫിസിക്കൽ ഹെൽത്തിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ. പക്ഷേ ഇത് മെൻ്റൽ ഹെൽത്ത് എന്തായിരുന്നു, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായത് ഞാൻ അതുവരെ ഇങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ ആക്റ്റീവായിട്ട് നടന്ന ഒരാളായിരുന്നു. പക്ഷേ പ്രഗ്നൻ്റ് ആയ ടൈമിൽ എനിക്ക് ഒരു 2 മാസം 2-2.5 മാസമൊക്കെ ആയ സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. അതായത് എനിക്ക് പുറത്തിറങ്ങണ്ട, വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി, ആരോട് സംസാരിക്കേണ്ട, ആരെയും കാണണ്ട. പിന്നെ ചില സമയത്ത് എനിക്ക് കരച്ചിൽ വരും, ഒരാവശ്യമില്ലാതെ ഞാൻ തന്നെ ഇരുന്ന് വെറുതെ കരയാറുണ്ടായിരുന്നു. പിന്നെ എനിക്കിങ്ങനെ എന്നെ തന്നെ കാണുമ്പം, കണ്ണാടിയിൽ നോക്കുമ്പോൾ എന്നെ തന്നെ കാണുമ്പോൾ എനിക്ക് വിഷമം വരും. ഇതിൻ്റെ ഒന്നും കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ പെട്ടെന്ന് എൻ്റെ ക്യാരക്ടർ മാറിയതുപോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ ചില സമയത്ത് എനിക്ക് ഭയങ്കര വീക്കായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ അതായിരുന്നു അത്. ആ ഒരു സമയം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഈസി ആയിട്ട് പറയുന്നെങ്കിലും ആ സമയത്ത് ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, പിന്നെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അങ്ങനെ മൊത്തത്തിൽ ഞാൻ വീട്ടിൽ തന്നെയായി. അപ്പോൾ അതിൻ്റെ ടെൻഷൻസും മൊത്തത്തിൽ ഞാൻ ഒരുപാട് ആ സമയത്ത് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓക്കെ. പിന്നെ ഒരു 5.5 മാസമൊക്കെ ആയപ്പോഴത്തേക്കിനും നമ്മുടെ ഛർദ്ദലും കാര്യങ്ങളൊക്കെ നിന്നു. മെൻ്റലിയും ഞാൻ കുറച്ച് ഓക്കെ ആയി തുടങ്ങി. അതായത് എനിക്ക് പുറത്തിറങ്ങാനും ആൾക്കാരോട് മിങ്കിൾ ചെയ്യാനും ഒക്കെ ഞാൻ ഓക്കെ ആയി വന്നു. അങ്ങനെ കുഴപ്പമില്ലാതെ പോയി. ഒരു 7 മാസം വരെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും 1-2 ആഴ്ച കൂടുമ്പോൾ ഇടയ്ക്കൊന്ന് ഛർദ്ദിക്കുമായിരുന്നു. അത് പക്ഷേ വലിയ പ്രശ്നം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാനൊരു 7 മാസമായപ്പം, അന്ന് ഞാൻ ദുബായിലായിരുന്നു, ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഒരു 2 വീക്സ് കഴിഞ്ഞു. അതായത് ഒരു 7.5 മാസം ആയപ്പോഴത്തേക്കിനും എനിക്ക് ചൊറിച്ചിൽ വരാൻ തുടങ്ങി. അത് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ വന്നത് എനിക്ക് രാത്രി മാത്രം, രാത്രി ഇങ്ങനെ കുറച്ച് നേരം എനിക്ക് ചൊറിയും. അത് ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ചൊറിയാൻ തുടങ്ങി. അതായത് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചൊറിച്ചിൽ. പിന്നെ എനിക്ക് രാത്രി ഫുൾ ചൊറിയാൻ തുടങ്ങി. പിന്നെ എനിക്കത് പകൽ സമയത്തും ചൊറിയാൻ തുടങ്ങി. അങ്ങനെ എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചൊറിച്ചിൽ. ഞാൻ മറ്റേ ഫോർക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചൊറിയും. കാരണം എനിക്ക് അത്രയും സഹിക്കാൻ പറ്റുന്നില്ല. കൂടുതലും ഈ കൈമുട്ടിന് താഴോട്ട്, കാൽമുട്ടിന് താഴോട്ടാണ് കൂടുതലും ചൊറിയുന്നത്. അപ്പം ഡോക്ടറിനോട്, നമ്മുടെ ഗൈനക്കോളജിസ്റ്റിനോട് പറഞ്ഞപ്പം പുള്ളിക്കാരി പറഞ്ഞു ഇങ്ങനെ പ്രശ്നമില്ല, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് മെഡിസിൻസും കാര്യങ്ങളും അതിൻ്റെ കുറച്ച് ടെസ്റ്റും ഒക്കെ ചെയ്തു. അപ്പോൾ എനിക്കതിൽ ലിവർ എൻസൈംസ് വേരിയേഷൻസ് ഉണ്ട്, അതിങ്ങനെ കൂടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ അതിൻ്റെ കാരണം കൊണ്ട് ഇത്രയും സിവിയറായിട്ട് ചൊറിച്ചിലുണ്ടാവത്തില്ല എന്ന് ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെയും കൂടി കണ്ടു നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു. അപ്പോൾ നമ്മൾ 2 ഹോസ്പിറ്റൽസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. 2 ഡെർമറ്റോളജിസ്റ്റിൻ്റെ ഒപ്പീനിയൻസും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ അവർ ഇത്രയും സിവിയറായിട്ടുള്ള ചൊറിച്ചിൽ വരാനുള്ള കാരണം അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. സിവിയർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ ചൊറിഞ്ഞിട്ട് ആ ഭാഗം ഇങ്ങനെ പൊട്ടിയിട്ട് അവിടുന്ന് ബ്ലഡ് വരാൻ തുടങ്ങും. ആ ഒരു രീതിയിലായിരുന്നു ചൊറിച്ചിൽ. പിന്നെ ഉറങ്ങാൻ തീരെയും പറ്റുന്നില്ല. ഒരു 1 അവർ 1.5 അവർ കൂടിപ്പോയ 2 മണിക്കൂർ. ഇതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. അപ്പോൾ രാത്രിയൊക്കെ ഞാനിങ്ങനെ എഴുന്നേറ്റിരുന്നിട്ട് ഇതന്നെ പരിപാടി, ചൊറിയുന്നു. കൂടുതൽ കൈവെള്ള, കാൽവെള്ള, കാൽമുട്ടിന് താഴോട്ട് അങ്ങനെ ഒരു രീതിയിൽ ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് ട്രൈമസ്റ്റർ ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചൊറിച്ചിൽ, പിന്നെ ഉറങ്ങാൻ പറ്റാത്തത്. അങ്ങനെ
അങ്ങനെ അതായിരുന്നു ലാസ്റ്റ് ട്രൈമസ്റ്റർ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 37th വീക്ക് ആയപ്പോൾ നമ്മൾക്ക് ഡെലിവറി ആയി. അതായത് ഇൻഡ്യൂസ് ചെയ്തു. നോർമൽ ഡെലിവറിക്ക് നോക്കി, പക്ഷേ നടന്നില്ല. അപ്പോൾ ഞാൻ ശരിക്കും അതിൻ്റെ പെയിനും അനുഭവിച്ചു. എന്നിട്ട് ലാസ്റ്റ് മിനിറ്റിൽ സിസേറിയൻ ചെയ്തു, ബേബിയെ എടുത്തു. അങ്ങനെ അപ്പം അതായിരുന്നു എൻ്റെ ഒരു പ്രഗ്നൻസി ജേർണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ